ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2025-26 വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ കേരള പാഠാവലിയുടെ ചോദ്യങ്ങളും അതിന്റെ മുഴുവൻ ഉത്തരങ്ങളുമാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് ചോദ്യ പേപ്പറുകളൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നമുക്കിവിടെ പുറത്തു നിന്നുള്ള ഒരു പാസേജ് തന്നിട്ടുണ്ട്. ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി എഴുതിയ ഒരു ഭാഗമാണ്, കഥയാണ്. നോക്കൂ. പറന്നു പറന്ന് മരക്കൂട്ടങ്ങളും കോടമഞ്ഞും പിന്നിട്ട് ആ ദേശാടന പക്ഷി മുന്നോട്ട് പോയി. പല കാലങ്ങളായി ഈ യാത്ര തുടങ്ങിയിട്ട്. പൂർവികർ കാണിച്ചു തന്ന ആകാശപാതയിലൂടെ വഴി തെറ്റാതെ പറക്കാൻ ദേശാടന പക്ഷിക്ക് കഴിയും. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ രാത്രിയുടെ പകുതിയും വലിയ ചിറകുകളുടെ കരുത്തിൽ കാറ്റിനെ തോൽപ്പിച്ച് പകലത്രയും പറന്നെത്തുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ മരക്കൊമ്പിലേക്കാണ്. വറ്റാത്ത ചോലയുടെ മീതെ ചാഞ്ഞു നിൽക്കുന്ന ചുവന്ന പൂക്കൾ നിറഞ്ഞ മരക്കൊമ്പിന്റെ നിറമുള്ള തണലിലേക്ക്, വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന ആ മരക്കൊമ്പിന്റെ സൗന്ദര്യത്തിലേക്ക്, സ്വന്തം ഹൃദയത്തിലേക്ക്. അപ്പോൾ മാത്രമാണ് ആ പക്ഷി പറന്നെത്തുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ദേശാടന പക്ഷിക്ക് രാത്രിയുടെ പകുതിയോളം സഞ്ചരിക്കാൻ സഹായം നൽകുന്നത് എന്ത്? എ കാറ്റ്, ബി മരക്കൂട്ടം, സി കോടമഞ്ഞ്, ഡി അകക്കണ്ണ്. ഉത്തരം അകക്കണ്ണാണ്. 2, വഴി തെറ്റാതെ ലക്ഷ്യത്തിലെത്താൻ ദേശാടന പക്ഷിക്ക് കഴിയുന്നതിനുള്ള കാരണം എന്ത്? എ പൂർവികർ, ബി രാത്രി, സി കാറ്റ്, ഡി പകൽ. പൂർവികരാണ് ഉത്തരം. ചോദ്യം 3, ദേശാടന പക്ഷിയുടെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? എ കാറ്റിനെ തോൽപ്പിക്കുക, ബി രാത്രിയിൽ പറക്കുക, സി ചിറകിന്റെ കരുത്തു കാട്ടുക, ഡി മരക്കൊമ്പിലെത്തുക. മരക്കൊമ്പിലെത്തുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ചോദ്യം 4, എപ്പോഴൊക്കെയാണ് ദേശാടന പക്ഷി ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നത്? എ മാസത്തിലൊരിക്കൽ, ബി വർഷത്തിലൊരിക്കൽ, സി കോടമഞ്ഞിറങ്ങുമ്പോൾ, ഡി വർഷം മുഴുവൻ. വർഷത്തിലൊരിക്കൽ എന്നതാണ് ഉത്തരം. ചോദ്യം 5, ആ മരക്കൊമ്പിലേക്ക്, സ്വന്തം ഹൃദയത്തിലേക്ക്. ഈ പ്രയോഗത്തിലൂടെ വെളിവാകുന്നതെന്ത്? വറ്റാത്ത ചോലയെ അത്ര ഇഷ്ടമാണ്. ചുവന്ന പൂക്കൾ നിറഞ്ഞ ചാഞ്ഞ മരക്കൊമ്പ് പ്രിയപ്പെട്ടതാണ്. ആ മരത്തെയും പൂക്കളെയും ചുറ്റുപാടും ഏറെ ഇഷ്ടമാണ്. ഓപ്ഷൻ എ ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരി, ബി 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി, സി മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരി, ഡി 3 പ്രസ്താവനകളും ശരിയാണ്. ഇതിൽ മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരി. ആ മരത്തെയും പൂക്കളെയും ചുറ്റുപാടും ഏറെ ഇഷ്ടമാണ് എന്നത്. പ്രവർത്തനം 2, സാങ്കല്പിക അനുഭവം. പാറി ഉയരുമ്പോൾ ഏതു പറവയും പാടുവാൻ. ഉയരങ്ങളിൽ പറക്കുമ്പോൾ ഉണ്ണിക്ക് പാടുവാൻ തോന്നുന്നു. ചിറകൊച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത അവസ്ഥയിൽ ഏതു പറവയും പാടാൻ പഠിക്കുമത്രേ. നിങ്ങൾ മേഘങ്ങൾക്കും ഇത് പറക്കുകയാണെന്ന് സങ്കല്പിക്കുക. എന്തായിരിക്കും അനുഭവങ്ങൾ? ഭാവനയിലെ ആകാശയാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. ഈ ആകാശയാത്ര എത്ര മനോഹരമാണ്! താഴെയുള്ള വയലേലകളും നദികളും മലകളും ചെറുതായി കാണാം. നദികൾ ശരീരത്തിലെ സിരകൾ പോലെയാണ് തോന്നിക്കുന്നത്. മേഘക്കൂട്ടങ്ങൾ വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ ചുറ്റും ഒഴുകി നടക്കുന്നു. ചിലപ്പോൾ അവ ഇരുണ്ട നിറത്തിലും കാണാം. ഒരു പക്ഷിയെപ്പോലെ അല്ലെങ്കിൽ പട്ടം പറക്കുന്നത് പോലെ നിയന്ത്രണങ്ങളില്ലാതെ പറന്നു നടക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യബോധം നൽകുന്നു. ഭൂമിയിലെ ചിന്തകളും തിരക്കുകളും ചുമതലകളും എല്ലാം അപ്പോൾ മറന്നു പോകുന്നു. ഉയരങ്ങളിലെ കാറ്റിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. ഭൂമിയിലെ ബഹളങ്ങൾ വളരെ നേർത്ത ശബ്ദമായി മാത്രം കേൾക്കാം. ഈ നിശബ്ദത മനസ്സിന് വല്ലാത്തൊരു ശാന്തത നൽകുന്നു. ലോകത്തെ ഒരു പുതിയ വീക്ഷണ കോണിലൂടെ കാണാൻ സാധിക്കുന്നു. ജീവിതം കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ഒരു ഏരിയൽ കാഴ്ചയിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു അനുഭവം എന്നെ വിനയാന്വിതനാക്കുന്നു. പറക്കാനുള്ള അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്. 2ൽ തന്നെയുള്ള ബി ചോദ്യം, അണക്കെട്ടമ്മേ എന്ന് അഖിലും അമ്മവും വിളിക്കാനുള്ള കാരണമെന്ത്? 1, സർപ്പശിരസ് പോലെ മറ പിടിച്ചതിനാൽ. 2, അണക്കെട്ടിന്റെ സൗന്ദര്യം അറിഞ്ഞതിനാൽ. 3, വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തി ഭേദിച്ച് അവർക്കരികിലെത്തിയപ്പോൾ. 4, കാതുകളിൽ പ്രപഞ്ചത്തിന്റെ ഇരമ്പം അറിഞ്ഞപ്പോൾ. ഓപ്ഷൻ എ 1 ശരിയാണ്, ബി 2ഉം 4ഉം ശരിയാണ്, സി 3 മാത്രം ശരി, ഡി 4 മാത്രം ശരി. ഇതിൽ 3 മാത്രമാണ് ശരിയായത്. അണക്കെട്ടമ്മ എന്നെപ്പോഴും നിലവിളിക്കാനുള്ള കാരണം എന്താണ്? വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തി ഭേദിച്ച് അവർക്കരികിൽ എത്തിയപ്പോഴാണ്. 2ൽ തന്നെയുള്ള സി ക്വസ്റ്റ്യൻ. പ്രസ്താവന 1, സമുദ്രനിരപ്പിൽ നിന്ന് 7 കൊടൈക്കനാൽ. പ്രസ്താവന 2, കൊടൈക്കനാൽ ഒരു സുഖവാസ കേന്ദ്രമാണ്. പ്രസ്താവന 3, 9000 അടി ഉയരത്തിലുള്ള ഈ പ്രദേശം ക്രൂരമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്.
കൊടൈക്കനാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? എ പ്രസ്താവന 1ഉം 3ഉം ശരി, ബി പ്രസ്താവന 2ഉം 3ഉം ശരി, സി പ്രസ്താവന 3 മാത്രം ശരി, ഡി പ്രസ്താവന 1ഉം 2ഉം ശരി. പ്രസ്താവന 1ഉം 2ഉമാണ് ശരി. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിലാണ് കൊടൈക്കനാൽ. പിന്നെ അതുപോലെ കൊടൈക്കനാൽ ഒരു സുഖവാസ കേന്ദ്രമാണ്. പ്രവർത്തനം 3. ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക. 3A മഴയനുഭവമാണ്. നോക്കൂ, ലില്ലി കരഞ്ഞുകൊണ്ട് മുന്നോട്ടോടി. അവളുടെ കുരുന്നുമുഖത്ത് മഴത്തുള്ളികൾ ചരൽക്കല്ലുകൾ പോലെ അടിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കുഞ്ഞുപാദങ്ങളെ തലോടിക്കൊണ്ട് കലക്കവെള്ളം പാഞ്ഞു. മുട്ടത്തുവർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന കൃതിയിലെ ലില്ലി മഴ നനയുന്ന അനുഭവമാണ് ഇവിടെ കണ്ടത്. അപ്രതീക്ഷിതമായി വന്നെത്തുന്ന മഴ നമ്മളെ ചിലപ്പോൾ കരയിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ മഴയനുഭവം എഴുതുക. മഴ എനിക്ക് എന്നും ഒരു വികാരമാണ്. ചിലപ്പോൾ അത് സന്തോഷം നൽകുന്നു, ചിലപ്പോൾ സങ്കടം. എന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു മഴയനുഭവം ഇതാ. കഴിഞ്ഞ വർഷത്തെ ഒരു മഴക്കാല ഓർമ്മയാണിത്. ഒരു ദിവസം സ്കൂൾ വിട്ടു വരുന്ന വഴിക്ക് പെട്ടെന്ന് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ആകാശം ഇരുണ്ടു, ഇടിവെട്ടും മിന്നലും ഉണ്ടായിരുന്നു. കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല. മറ്റു കുട്ടികൾ ഓടി അടുത്തുള്ള കടയിൽ അഭയം പ്രാപിച്ചപ്പോൾ ഞാൻ മഴ നനഞ്ഞ് വീട്ടിലേക്ക് നടന്നു. മഴത്തുള്ളികൾ എന്റെ ദേഹത്ത് പതിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. റോഡരികിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു. ഞാൻ അതിൽ കാൽ വെച്ച് ചളി തെറിപ്പിച്ച് കളിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഞാൻ മുഴുവനായി നനഞ്ഞിരുന്നു. അമ്മ വഴക്ക് പറയുമെന്ന് കരുതിയെങ്കിലും അമ്മ എനിക്ക് ഉണങ്ങിയ വസ്ത്രങ്ങൾ തരികയും ചൂടുള്ള ചായ നൽകുകയും ചെയ്തു. ആ മഴയും അതിനെ തുടർന്നുള്ള അമ്മയുടെ സ്നേഹവും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ്. ഇതിലെ 3B ചോദ്യം, അതായത് അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് യാത്രാനുഭവം. ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി. ആകാശത്തേക്ക് ഉയരുകയാണെന്നും. കെ തായാട്ടിന്റെ യാത്രാനുഭവം പരിചയപ്പെട്ടല്ലോ. കുടുംബത്തോടൊപ്പമോ കൂട്ടുകാർക്കൊപ്പമോ നിങ്ങൾ നടത്തിയിട്ടുള്ള യാത്രകളിൽ മനസ്സിൽ പതിഞ്ഞ യാത്രാനുഭവം എഴുതുക. യാത്രകൾ എപ്പോഴും പുതിയ അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നവയാണ്. അങ്ങനെ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു യാത്രയായിരുന്നു കുടുംബത്തോടൊപ്പം നടത്തിയ വയനാട് യാത്ര. വേനലവധിക്ക് സ്കൂൾ അടച്ച ഉടനെയായിരുന്നു യാത്ര പ്ലാൻ ചെയ്തത്. പുലർച്ചെ 5 മണിക്ക് ഞങ്ങളുടെ കാറിൽ യാത്ര തുടങ്ങി. മലകളും താഴ്വരകളും താണ്ടി വളഞ്ഞു പുളഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതമായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അവിടെ തുറന്ന ജീപ്പിൽ നടത്തിയ യാത്രയിൽ മയിലുകൾ, മാനുകൾ, കാട്ടുപന്നികൾ, കാട്ടാനക്കൂട്ടങ്ങൾ എന്നിവയെ കണ്ടു. അവയെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണുന്നത് കൗതുകകരമായ അനുഭവമായിരുന്നു. പിന്നീട് ബാണാസുര സാഗർ ഡാമും എടക്കൽ ഗുഹയും സന്ദർശിച്ചു. എടക്കൽ ഗുഹയിലെ ചരിത്രപരമായ കാഴ്ചകളും ഡാമിലെ ബോട്ടിങ്ങും വളരെ ആസ്വാദ്യകരമായി. പ്രകൃതിയെ അടുത്തറിയാനുള്ള അവസരം കൂടിയായിരുന്നു ആ യാത്ര. ഈ യാത്ര ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചു. യാത്ര നൽകിയ സന്തോഷവും അറിവുകളും എന്നും മനസ്സിൽ സൂക്ഷിക്കും. ഇനി 4ാമത്തെ ചോദ്യമാണ്. ചുവടെ നൽകിയ 4A-B ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. കഥാപാത്ര പരിചയം. 4A നീർനാഗം എന്ന പാഠത്തിൽ ബഷീർ ഒരു പാമ്പ് കളിക്കാരനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ, സ്വഭാവ രീതികൾ, സംഭാഷണത്തിന്റെ സവിശേഷത എന്നിവ ഉൾപ്പെടുത്തി കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക. ബഷീറിന്റെ നീർനാഗം എന്ന പാഠഭാഗത്തിൽ പരാമർശിക്കുന്ന പാമ്പ് കളിക്കാരൻ വളരെ സവിശേഷതകളുള്ള ഒരു കഥാപാത്രമാണ്. അയാൾ ഒരു പ്രൊഫഷണൽ പാമ്പ് പിടുത്തക്കാരനായിരുന്നു. പാമ്പുകളെ മെരുക്കാനും അവയോടൊപ്പം ജീവിക്കാനുമുള്ള അസാധാരണമായ കഴിവ് അയാൾക്കുണ്ടായിരുന്നു. പാമ്പുകളോടുള്ള സ്നേഹവും പരിചരണവും അയാളുടെ സ്വഭാവത്തിലെ പ്രധാന സവിശേഷതയാണ്. ഭയമില്ലാതെ വളരെ നിസ്സാരമായിട്ടാണ് അയാൾ പാമ്പുകളുമായി ഇടപഴകുന്നത്. അയാളുടെ സംഭാഷണം ലളിതവും എന്നാൽ പാമ്പുകളെ കുറിച്ചുള്ള അറിവ് നിറഞ്ഞതുമായിരുന്നു. വായനക്കാരന് പാമ്പുപിടുത്തത്തിന്റെ ലോകത്തെക്കുറിച്ച് കൗതുകം നിർത്തുന്ന രീതിയിലായിരുന്നു ബഷീർ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. തോട്ടിൽ നിന്നും പിടിച്ച നീർക്കോലിയെ നീർനാഗം എന്ന പേരും പറഞ്ഞ് പ്രദർശിപ്പിക്കുന്ന രംഗം വായനക്കാരിൽ ചിരി ഉളവാക്കുന്നതാണ്. 4B കഥാപാത്ര പരിചയം ഏതാണ്? വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തെ രാജനെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. രാജനെയും ഭാര്യയും അറിയാത്തവരാണ് മറ്റുള്ളവർ. രാജനെയും കുടുംബത്തെയും അവർക്ക് പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കുക. മുതിരപ്പുഴയുടെ തീരത്തെ വെള്ളത്തൂവൽ ഗ്രാമത്തിലാണ് രാജനും കുടുംബവും താമസിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ലളിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് രാജൻ. രാജൻ കഠിനാധ്വാനിയും കുടുംബത്തെ സ്നേഹിക്കുന്നവനും സത്യസന്ധനുമാണ്. അറിയാത്തത് അറിയില്ലെന്ന് പറയാൻ രാജൻ പഠിച്ചിരുന്നു. അതിനുദാഹരണമാണ് ഒരിക്കൽ തന്റെ മകൻ അഖിൽ താജ്മഹൽ എവിടെയാണെന്ന് ചോദിച്ചു അറിയില്ലെന്ന് പറഞ്ഞതും പിന്നീട് ആരോടൊക്കെയോ അന്വേഷിച്ച് ആഗ്രയിലാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. മക്കൾക്ക് താജ്മഹൽ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ രാജന്റെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു.
പറയുന്നു. ആയിരക്കണക്കിന് രൂപ വേണം, ഹിന്ദി അറിയണം, തീവണ്ടിയിൽ യാത്ര ചെയ്തു പരിചയവും വേണം. എന്നാൽ അതേസമയം തൻ്റെ മക്കളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുകയും വേണം. അതുകൊണ്ട് രാജൻ മക്കളുടെ ആഗ്രഹം നിറവേറ്റാൻ അവരെ ഇടുക്കിയിലെ താജ്മഹൽ കാണിക്കാനായി കൊണ്ടുപോയി. ഇവിടെ മക്കളുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കാതെ അതേസമയം തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ നിറവാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാനാവുന്നു. ഇത്തരത്തിൽ ഒത്തിരി പ്രത്യേകതകളുള്ള കഥാപാത്രമാണ് സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ഇടുക്കിയിലെ താജ്മഹലിലെ രാജൻ. പ്രവർത്തനം 5 വർണ്ണനയാണ്. അന്തിക്കുവാനിന്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ. ബാലാമണി അമ്മ അസ്തമയ സൂര്യനെ ചെന്തിയുടുപ്പിട്ട എന്നാണ് വർണ്ണിക്കുന്നത്. മനോഹരമായ അസ്തമയ വർണ്ണന പാഠഭാഗത്ത് നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. നിങ്ങൾ കാണുന്ന പ്രഭാതത്തെയോ സന്ധ്യയെയോ രാത്രിയെയോ വർണ്ണിച്ചെഴുതുക. പുലരി വിരിഞ്ഞു. കിഴക്കുദിച്ച സൂര്യൻ പൊൻകിരണങ്ങൾ ഭൂമിയിലേക്ക് ചൊരിഞ്ഞു. മഞ്ഞുതുള്ളികൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. പക്ഷികൾ ചിലച്ചു പാറി പറന്നു. പ്രകൃതി ഉണർന്നു. പുതിയൊരു ദിവസത്തിന് തുടക്കമായി. പ്രഭാത സൂര്യനെയും പ്രഭാതത്തിലെ കാഴ്ചകളെയും കാണുന്നത് മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമ തരുന്ന കാഴ്ചയാണ്. തലേ ദിവസത്തെ രാത്രിയിൽ പെയ്ത മഞ്ഞുതുള്ളികൾ ഇലകളിൽ നിന്ന് ഇറ്റി വീഴാനായി ഒരുങ്ങി നിൽക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ്. പുലരിയിൽ വിരിഞ്ഞ കുഞ്ഞു സൂര്യന്റെ കണികകൾ ചുറ്റിലും പരക്കുന്നത് മനസ്സിന് കുളിർമ നിറയ്ക്കുന്ന ദൃശ്യമാണ്. പ്രവർത്തനം 6 കത്ത്. ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന പാഠഭാഗം ആരംഭിക്കുന്നത് പ്രിയമുള്ള മകനെ എന്ന സംബോധനയോടെയാണ്. മകന്റെ ചിന്തകളിൽ അവ ചിത്രങ്ങളായി പതിയും. തായാട്ടിന്റെ യാത്രാനുഭവം നിങ്ങളിൽ ഉണ്ടാക്കിയ ചിന്തകളും അനുഭൂതികളും അറിവുകളും വിശദീകരിച്ച് കൂട്ടുകാരന് കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കേണ്ട ഫോർമാറ്റ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു ബോർഡർ വരയ്ക്കണം, പിന്നെ സ്ഥലവും തീയതിയും എഴുതണം. പ്രിയമുള്ള സുഹൃത്തെ, സുഖമാണോ? ഇവിടെ എല്ലാവർക്കും സുഖം. നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ മലയാളം ക്ലാസ്സിൽ തായാട്ടിന്റെ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന പാഠഭാഗം എടുത്തു. അതിമനോഹരമായൊരു പാഠമാണിത്. ഒരച്ഛൻ മകൻ എഴുതുന്ന പോലെ പ്രിയപ്പെട്ട മകനെ എന്ന് പറഞ്ഞാണ് പാഠഭാഗം തുടങ്ങുന്നത്. കൊടൈക്കനാലിലേക്ക് ബസ്സിൽ നടത്തിയ ഈ യാത്രാനുഭവവും അതിൽ വിവരിച്ചിരിക്കുന്ന കാഴ്ചകളും എഴുത്തുകാരന്റെ മാനസിക വിചാരങ്ങളുമെല്ലാം നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ കണ്ണിൽ തെളിഞ്ഞു വരും. എന്തായാലും സമയം കിട്ടുമ്പോൾ നീ ഈ പാഠം ഒന്ന് വായിച്ചു നോക്കണേ. മറുപടി ഉടൻ പ്രതീക്ഷിക്കുന്നു. നേരിൽ കാണാം. സ്നേഹത്തോടെ, അവിൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചോദ്യപേപ്പറിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ചെയ്ത ചോദ്യങ്ങളും അതുപോലെ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്